ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, ഞാൻ വീട്ടിൽ എപ്പോഴും ഇതുപോലെയാണ് നെയ്ച്ചോറ് പെട്ടെന്ന്, അതായത് നെയ്ച്ചോറ് പല വിധത്തിലും ഉണ്ടാക്കാം. പെട്ടെന്നായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ സൈഡ് ഡിഷ് ഇല്ല, നമുക്ക് വെറും ഇപ്പോൾ ഒരു ചോറും സലാഡും മാത്രമാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കൂ. കുക്കറിൽ നെയ്യ് ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടുക, ചതച്ചതിരിടുക, എന്നിട്ട് ജീരകശാല അരി 1 ഗ്ലാസ്, അതിൽ കൂടെ തന്നെ ഒരു പിടി, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പിടി ക്യാരറ്റ് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടിയിട്ട് നന്നായിട്ട് പൊടി പൊടിയായിട്ട് മുറിച്ചത് അതും കൂടി ഇടുക. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. കുറച്ച് വറുത്ത ഉള്ളി, ഓക്കെ, നന്നായിട്ട് ബിരിയാണിക്കൊക്കെ വറുത്ത പോലെയുള്ള ഉള്ളിയില്ലേ, അത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഈ ഉള്ളിയൊക്കെ കൂടിയിട്ട് ഈ അരിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാലാണ്. ഓക്കെ, നമ്മുടെ നോർമൽ ഫ്രഷ് മിൽക്ക്. അപ്പോൾ നമ്മളുടെ കണക്ക് മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് ജീരകശാല അരിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 1.5 ഗ്ലാസ് വെള്ളമാണ്. അത് ആ 1.5 ഗ്ലാസ് വെള്ളം പാലായിട്ട് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ സ്ലോ ഫ്ലെയിമിൽ 15 മിനിറ്റാണ് വെക്കുന്നത് ആവി വന്നതിന് ശേഷം. അപ്പോൾ ആവി വന്നതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാവുക. ഇങ്ങനെ നിങ്ങളൊന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കൂ. ഈ ഒരു ഫ്ലേവറോട് കൂടിയിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ബിരിയാണിയുടെ മണവും ഉണ്ടാവും, അതേമാതിരി തന്നെ ആ നെയ്ച്ചോറിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലായിരിക്കും. മുകളിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് മല്ലിയില ഇത് ഇടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ, അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ഗംഭീരമായിട്ട് സൈഡ് ഡിഷ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല, എന്നെമാതിരി ചില സമയങ്ങളിൽ വെറും സലാഡ് മാത്രം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്ച്ചോറൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും.